സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അഭിമന്യ ബാവ തിരുമേനി, എല്ലാ ശാലോം TV പ്രേക്ഷകരുടെയും നാമത്തിൽ അങ്ങേ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജനുവരി 1 അങ്ങയുടെ നാമഹേതുക തിരുനാളാണല്ലോ. വി വിഷ് യു എ വെരി ഹാപ്പി ഫീസ്റ്റ് ഡേ. ആദ്യമായി അങ്ങയുടെ സ്വർഗീയ വിശുദ്ധനെക്കുറിച്ചും ആ പേര് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ശാലോം ടെലിവിഷനിലൂടെ എനിക്ക് നൽകിയ ഈ ആശംസയ്ക്കും പ്രാർത്ഥനയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. വിശുദ്ധ മഹാനായ ബസേലിയോസ് എന്ന സഭാ പിതാവാണ് പൗരസ്ത്യ സുറിയാനി സഭകളിലെ സഭാധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് കാതോലിക്കാമാർ സ്വീകരിക്കുന്ന നാമം. മലങ്കര സഭയിലെ ഈ വ്യത്യസ്തമായ സഭാ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന മലങ്കര ഓർത്തഡോക്സ്, മലങ്കര യാക്കോബായ, മലങ്കര കത്തോലിക്ക സഭാ തലവന്മാർ വിശുദ്ധ ബസേലിയോസ് എന്ന നാമമാണ് അവരുടെ ശുശ്രൂഷയിൽ അവരുടെ പ്രധാന നാമമായി സ്വീകരിക്കുക. ശുശ്രൂഷയോടൊപ്പം ഒരു പുതിയ നാമം സ്വീകരിക്കുക എന്നത് പൗരസ്ത്യ പാരമ്പര്യമാണ്. അത് ക്രൈസ്തവ മതത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലും ഈ പാരമ്പര്യം സജീവമാണ്. പുതിയ ഒരു നിയോഗം സ്വീകരിക്കുമ്പോൾ ആ സ്ഥാനത്തോടൊപ്പം, നിയോഗത്തോടൊപ്പം പുതിയ ഒരു നാമം. കേസറിയായിലെ വിശുദ്ധ ബസേലിയോസ്, സെൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ് എന്ന് അറിയപ്പെടുന്ന കപ്പദോക്യൻ സഭാപിതാക്കന്മാരിൽ പ്രധാനിയായ വിശുദ്ധ ബസേലിയോസ്. വളരെ സവിശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ ചരിത്രം. വിശുദ്ധരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആൺമക്കൾ 3 പേർ മെത്രാന്മാർ, വിശുദ്ധ മക്രീന എന്ന സഹോദരി, അമ്മയുടെ പിതാവ് വിശുദ്ധനായി ജീവിച്ചു, രക്തസാക്ഷിയായി മരിച്ചു. ഒരു കുടുംബത്തിലെ എല്ലാവരും വിശുദ്ധർ എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെടുവാൻ തക്കതുപോലെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമുറപ്പിച്ച ഒരു കുടുംബം. AD 329-30 കാലയളവിൽ അദ്ദേഹം ജനിച്ചു. AD 379 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ വിശുദ്ധനെക്കുറിച്ച് ധാരാളം ജീവകാരുണ്യപ്രദമായ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ച് സഭയിൽ ധാരാളം വിശദീകരണങ്ങളും ചരിത്ര രചനകളുമുണ്ട്. മൊഡസ്റ്റസിൻ എന്ന് പറയുന്ന നാടുവാഴിയുടെ പ്രതിനിധി ആയ ഒരു മനുഷ്യൻ ബസേലിയോസിനെ ശകാരിക്കുന്നതിനും തിരുത്തുന്നതിനും വഴിതിരിച്ചു വിടുന്നതിനുമായി രാജാവ് അയച്ച് വിശുദ്ധ ബസേലിയോസിൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. താങ്കളെ നാട് കടത്തുന്നതിന് രാജാവിന് നാടുവാഴിക്ക് കഴിയും. അതിന് മറുപടി വിശുദ്ധ ബസേലിയോസ് പറഞ്ഞത്, എന്നെ നാട് കടത്തുവാൻ ആർക്കും കഴിയില്ല. കാരണം എല്ലാ നാട്ടിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ സംഭാഷണത്തിൻ്റെ അവസാനം പ്രതിരോധിക്കുവാനും ശിക്ഷിക്കുവാനും വന്ന ആൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. വിശുദ്ധ ബസേലിയോസ് അറിയപ്പെടുന്നത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങൾ കരുണയിലും കരുതലിലും ലോകത്തിന് നൽകിയ ഒരു ശിഷ്യനായിട്ടാണ്. തനിക്കുണ്ടായിരുന്നതെല്ലാം, തൻ്റെ കുടുംബസ്വത്ത് മുഴുവൻ
അദ്ദേഹം സഭയ്ക്ക് എഴുതി കൊടുത്തു. 2 ഉടുപ്പുകൾ നിനക്കുണ്ട് എങ്കിൽ അത് നീ സൂക്ഷിക്കുവാൻ പാടില്ല. 2 പാദരക്ഷകൾ നിനക്കുണ്ട് എങ്കിൽ നീ 1 സൂക്ഷിക്കാൻ പാടില്ല. നീ സൂക്ഷിക്കാൻ എടുത്തു വച്ചിരിക്കുന്നതെല്ലാം ദരിദ്രൻ്റെതാണ്, അവന് കൊടുക്കുക. ബസീലിയാഡ് എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ സമുച്ചയ കേന്ദ്രങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ദരിദ്രരോട് പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി സുവിശേഷത്തിൻ്റെ അടുപ്പമെത്തിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനായ വിശുദ്ധ ബസേലിയോസ്. അദ്ദേഹത്തിൻ്റെ നാമം പൗരസ്ത്യ സഭകളിലെ കാതോലിക്കാമാർ ഉപയോഗിക്കുന്നു. പൗരസ്ത്യ സഭകളിലെ പാത്രിക്കീസ് ബാവാമാർ അന്ത്യോക്യായിലെ രക്തസാക്ഷിയായ ഇഗ്നാത്യോസിൻ്റെ നാമം ഉപയോഗിക്കുന്നു. അത് സുറിയാനി ഭാഷയിലെ ഓലഫ് ബേസ് എന്ന് തുടങ്ങുന്ന, ഓലഫിൽ ഇഗ്നാത്യോസ് തുടങ്ങുന്നു, ബേസിൽ ബസേലിയോസ് തുടങ്ങുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം സഭാജീവിതത്തിലേക്ക് വന്നതാണ്. ആയതിനാൽ ഞാൻ സ്വീകരിച്ചു എന്നതിനേക്കാൾ എനിക്ക് നൽകപ്പെട്ട നാമമാണ് വിശുദ്ധ ബസേലിയോസ് എന്ന മഹാനായ വിശുദ്ധൻ്റെ നാമം. 2008 മുതൽ അങ്ങയുടെ നാമഹേതുക തിരുനാളിനോടനുബന്ധിച്ച് ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടല്ലോ. ഈ വർഷം അങ്ങ് എന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? ഈ നാമഹേതുക തിരുനാൾ, അതായത് എൻ്റെ പേരിന് കാരണക്കാരനായ വിശുദ്ധൻ്റെ തിരുനാൾ ജനുവരി മാസം 1-ാം തീയതി, ദൈവാനുഗ്രഹത്താൽ 2007 മാർച്ച് മാസം 5-ാം തീയതിയാണ് ഞാൻ തിരുവനന്തപുരത്ത് സഭയുടെ ചുമതല ഏൽക്കുന്നത്. തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ അധ്യക്ഷനായി സ്ഥാനമേൽക്കുന്നത്. 2008 ജനുവരി 1 മുതൽ ഇന്നോളം ഓരോ വർഷവും ഓരോ ജീവകാരുണ്യ പ്രവർത്തികൾ തുടങ്ങുന്നതിനും മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും സാധിച്ചു എന്ന വലിയ ഒരു സംതൃപ്തി ഉണ്ട്. സാധാരണക്കാരായ മനുഷ്യർക്ക് അല്പം കൂടി നന്മ ചെയ്യുന്നതിനുള്ള ഒരവസരമായി ഈ നാമഹേതുക തിരുനാൾ ഉപകരിക്കപ്പെടണം എന്നത് ആഗ്രഹിച്ച് അതിലനേകർ സ്നേഹപൂർവ്വം പങ്കുചേർന്നതാണ് ഈ മേജർ ആർച്ച് ബിഷപ്സ് ചാരിറ്റി പ്രോജക്ട്സ് എല്ലാം. ഈ വർഷം മാർത്താണ്ഡം രൂപതയിലെ ജൂബിലി വർഷമാണ്. 25 വർഷമായി ആ രൂപത സ്ഥാപിതമായിട്ട്. തിരുവനന്തപുരം മേജർ അതിരൂപത വിഭജിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല കേന്ദ്രമാക്കിയുള്ള ഒരു രൂപതയാണ് മാർത്താണ്ഡം രൂപത. ഇപ്പോൾ ഏതാണ്ട് 20ഓളം ജില്ലകളിലേക്ക് അത് വ്യാപിച്ചു. തമിഴ്നാട്ടിലെ ആ രൂപതയുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവകാരുണ്യപ്രദമായ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനും ശുശ്രൂഷകൾക്കുമായി 2021 മേജർ ആർച്ച് ബിഷപ്സ് ചാരിറ്റി പ്രോജക്റ്റ് സമർപ്പിച്ചു. 2022 ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പ്രാർത്ഥനാപൂർവം എത്തിയ ഒരു തീരുമാനം, ഗുഡ്ഗാവ് ഡൽഹി രൂപതയിലെ തിരുവനന്തപുരം മേജർ അതിരൂപത ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ കേന്ദ്രങ്ങളിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസപരവും അവിടെ അടിയന്തരമായി ആവശ്യമായിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ചുമുള്ള ആലോചനയും സമർപ്പണവുമാണ്. അതിനാൽ 2022 ഈ ചാരിറ്റി പ്രോജക്റ്റ് ആ മിഷൻ കേന്ദ്രങ്ങളിൽ നൽകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അതിനൊരു കാരണം കൂടി പ്രത്യേകിച്ചുള്ളത്, ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ അഭിനന്ദനായ മാർ ബർണബാസ് തിരുമേനി ദിവംഗതനായി. ആ ഭദ്രാസനത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. അഭിനന്ദ ബർണബാസ് തിരുമേനിയും ഞാനും സഹപാഠികളാണ്. പിതാവിനെ ആണ് ഞാൻ ആദ്യമായി മെത്രാനായി അഭിഷേകം ചെയ്തത്. അങ്ങനെ വൈകാരികമായ ഒരടുപ്പവും ബന്ധവും പിതാവുമായിട്ടുണ്ട്. ഡൽഹി ഗുഡ്ഗാവ് ഭദ്രാസനവുമായിട്ടുണ്ട്. ആയതിനാൽ
2022 ഈ ഒരു ചാരിറ്റി പ്രോജക്റ്റ് ഗുഡ്ഗാവ് ഭദ്രാസനത്തിന് വേണ്ടി, മിഷന് വേണ്ടി നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണല്ലോ. അതിൽ ഏറ്റവും വലുത് ആന്തരികമായൊരു അനൈക്യമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പിതാവേ ഇത് പരിഹരിക്കാൻ സാധിക്കുക? വിശ്വാസ സമൂഹങ്ങൾ എല്ലായ്പ്പോഴും വെല്ലുവിളികളെ നേരിടുന്ന ഒരു സമൂഹമാണ്. അത് ഏത് വിശ്വാസ സമൂഹത്തിൽ പെടുന്നതാണെങ്കിലും. ഫെയ്ത്ത് കമ്മ്യൂണിറ്റീസ് ഓൾവേസ് ഫേസിങ് ചലഞ്ചസ്, വെല്ലുവിളികൾ. വിളിയോടൊപ്പം വെല്ലുവിളിയും വിശ്വാസ കൂട്ടത്തിന് എപ്പോഴുമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ അതിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഘടകമല്ല. ആഗോള വ്യാപകമായ ക്രൈസ്തവ സഭാ കൂട്ടായ്മയിൽ അപ്പസ്തോലികമായ ഒരു സഭാ കൂട്ടായ്മ ഇവിടെ കേരളത്തിൽ സജീവമായി ജീവിക്കുന്നു. നമ്മുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ശാലോമിലൂടെ എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യരായ വിശ്വാസികളും സ്നേഹിതരും സുഹൃത്തുക്കളും അത് ശ്രദ്ധാപൂർവം സ്വീകരിക്കുന്നവരായതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളുടെ ക്രൈസ്തവ സഭയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, സഭയുടെ നാഥനും ഗുരുവുമായിരിക്കുന്ന യേശു കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്. The distance that we keep from the Master and the Lord. നമ്മുടെ നാഥനും ഗുരുവുമായിരിക്കുന്ന കർത്താവിൽ നിന്ന് അകലം പാലിക്കുന്നതനുസരിച്ച് സഭയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. നമ്മുടെ സഹക്രിസ്ത്യാനികളോട്, സഭാ സമൂഹങ്ങളോട് നമുക്ക് അനുഭവം തോന്നുന്നു, നമ്മൾ അകന്നകന്നു പോയി, അനൈക്യമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. അത് പ്രതിസന്ധിയായി കാണപ്പെടുന്നു. എന്നാൽ ഗൗരവമായ പ്രതിസന്ധി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യരൂപത്തിൽ നമ്മിലേക്ക് വന്ന കർത്താവിൽ നിന്ന് നാം അകന്നുപോയി എന്നതാണ്. അതിൻ്റെ പരിഹാരവും അതിൽ തന്നെ വ്യക്തമാണ്. യു കം ടു ദ മാസ്റ്റർ, ദെയർബൈ യു ക്യാൻ ഹാവ് യൂണിറ്റി അച്ചീവ്ഡ്. നമുക്ക് ഈ ഐക്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. ഐക്യത്തിൻ്റെ മർമ്മം കർത്താവായതിനാൽ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ. സഭകൾ തമ്മിലുള്ള അകലം ഒരു പാപമാണ്. ഡിവിഷൻ ഈസ് എ സിൻ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ കാരണം, പാപത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് മനുഷ്യരിൽ നിന്ന് ഉള്ള അകലമല്ല, ദൈവത്തിൽ നിന്ന് മനുഷ്യരോടുള്ള ആ അകലമാണ്. അത് പരസ്പരവും അളക്കുവാൻ ഉപകരിക്കും എന്നത് സത്യം. അപ്പോൾ ഈ അനൈക്യം, യേശുവിൽ നിന്നുള്ള അകലം, ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അനൈക്യത്തിൻ്റെ അന്തസത്ത ഗ്രഹിക്കാനായിട്ട് സാധിക്കും. മലങ്കര സഭയിലെ കലഹങ്ങൾക്കുള്ളൊരു ശാശ്വത പരിഹാരം സാർവത്രിക സഭയോടുള്ള ഐക്യപ്പെടലാണെന്ന് മാർയോഹാനസ് പിതാവ് കണ്ടെത്തി. ആ പിതാവിൻ്റെ പിൻഗാമി എന്ന നിലയിൽ ഈ സഭയെ നയിക്കുമ്പോൾ പുനരൈക്യം മുതൽ ഇങ്ങോട്ടുള്ള സഭയുടെ വളർച്ചയെ അങ്ങെങ്ങനെ വിലയിരുത്തുന്നു? ഈ മലങ്കര സഭയുടെ ഐക്യവും മലങ്കര സഭയുടെ ഐക്യ പരിശ്രമങ്ങളും യഥാർത്ഥത്തിൽ മലങ്കര സഭയിലെ ഒരു ചരിത്രപരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഉണ്ടായതാണ്. കാലാകാലങ്ങളായുള്ള വിഭജനം, ആ വിഭജനം ക്രിസ്തീയ സഭയ്ക്ക് ഭൂഷണമല്ലല്ലോ, അതൊരിക്കലും ചേർന്ന് പോകുന്നതല്ലെന്നല്ലോ എന്ന് മനസ്സുരുകി മനസ്സിലാക്കിയ പിതാക്കന്മാർ, ദൈവജനവും നമുക്ക് ഐക്യം സമ്പാദിക്കണം, ഐക്യം വീണ്ടെടുക്കണം. ഈ ഐക്യത്തിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത്? സബ്മിഷൻ ടു ദ ട്രൂത്ത്. ഇതെല്ലാം മനസ്സിലാക്കി ഓരോ കാലഘട്ടത്തിൽ അവരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മലങ്കര സഭയിലെ വ്യവഹാരങ്ങളുടെ ഒരു സാമൂഹികമായ ചരിത്രപരമായ പശ്ചാത്തലം ഇതിന് ബലമായിട്ടുണ്ട്. അതിനെ എങ്ങനെ തരണം ചെയ്യാം? ഈ വിഭജനത്തെ എങ്ങനെ തരണം ചെയ്യാം? ഇതായിരുന്നു എല്ലാ കാലത്തുമുള്ള ചിന്തയും പരിശ്രമവുമെല്ലാം. ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനി
ഐക്യമില്ലാതെ വളർന്നു വന്ന സഭാ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ച ഒരു പുരോഹിതനാണ്. മലങ്കര സഭയിൽ നിന്ന് ആദ്യമായി MA ബിരുദം കരസ്ഥമാക്കിയ വിദ്യാഭ്യാസമുള്ള ഈ വൈദികൻ ബൗദ്ധികമായ തലത്തിൽ അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പുരോഹിതനാണ്. അതോടൊപ്പം ഈ പുരോഹിതൻ്റെ സഭാ ശുശ്രൂഷ അദ്ദേഹത്തെ സഭയിലാകമാനം ഒരു പ്രതീക്ഷയുടെ കേന്ദ്രമാക്കിയും നിലനിർത്തി. കോട്ടയത്തെ MD സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ, അധ്യാപകൻ എന്നുള്ള സേവനം, അതോടൊപ്പം തന്നെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ എന്നുള്ള ആ ഒരു ശുശ്രൂഷ, അനേകരെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു വിദൂര സ്വപ്നമായിരുന്ന കാലഘട്ടത്തിൽ മലങ്കരയിലെ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൽക്കട്ടയിലെ ബാരിസ് ഹോളിൽ കൊണ്ടുപോയി വിദ്യാഭ്യാസത്തിന് തയ്യാറെടുപ്പുകൾ നടത്തി പരിശീലിപ്പിച്ച് അവിടെ പഠിപ്പിച്ചു തിരികെ കൊണ്ടുവന്ന ഒരു പണ്ഡിതനായ പുരോഹിതൻ. അദ്ദേഹം മെത്രാനായപ്പോൾ കുറച്ചുകൂടി ഈ വിഷയത്തിലുള്ള ബഥനിയുടെ മെത്രാൻ എന്ന നിലയിലുള്ള ശുശ്രൂഷ കുറച്ചുകൂടി കേന്ദ്രീകൃതമായി ലഭിച്ചു. മലങ്കര സഭയുടെ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അദ്ദേഹം അതിന് തൻ്റെ മെത്രാപ്പൊലീത്തമാരോട് ആലോചന നടത്തി. അങ്ങനെയാണ് 1926 പരുമലയിൽ കൂടുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സിനഡ് സുന്നകദോസ് പുരാതനമായ ഒരു സഭയുമായി നമുക്ക് ബന്ധമുണ്ടാകണം. അന്ത്യോക്യയിലെ സഭയുമായി ഉണ്ടായിട്ടുള്ള ഒരു ഭിന്നതയും ഒരു അകൽച്ചയും അതിന് ബലമായി ഇവിടെ നിൽക്കുന്നു. പുരാതനമായ ഒരു സഭയുമായി നമുക്ക് ബന്ധമുണ്ടാകണം. അത് റോമിലെ പുരാതന സഭയുമായിട്ട് എന്ന് തീരുമാനിച്ച് അതിൻ്റെ കത്തിടപാടുകൾ നടത്താൻ അക്കാലത്ത് അതിലേറ്റവും അഭ്യസ്തവിദ്യനായ PT ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയെ നിയോഗിച്ചു എന്നതിൽ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്ത വട്ടശ്ശേരിൽ മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ ഏറ്റവും അടുത്ത ആലോചനക്കാരനും വലങ്കയുമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. കത്തോലിക്ക സഭയിലെത്തിയ ശേഷം പിതാവ് ശാന്തനായി അടങ്ങി ഒതുങ്ങി എല്ലാം പൂർത്തിയായി എന്ന് കരുതി വിശ്രമിച്ചിട്ടില്ല. പിതാവ് നിരന്തരമായി ഓർമ്മപ്പെടുത്തിയിരുന്ന കാര്യം ദൈവ ശുശ്രൂഷ പ്രധാനമാണ്, എന്നാൽ ദൈവ സമ്പാദനമാണ് അത്യുത്തമം. അതായത് ടു ഹാവ് ഗോഡ് വിത്ത് യു is the most sublime experience that you can have. ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതല്ല, ദൈവത്തെ സ്വന്തമാക്കുന്നതിലാണ്. അത് ദൈവശാസ്ത്രം കൃത്യമായി പിതാവിൻ്റെ ഭാഷ്യത്തിലും വാക്കിലും അവതരിക്കുന്നതാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്നത് പിതാവിൻ്റെ വാക്കുകളിൽ ദൈവസമ്പാദനം, ദൈവത്തെ സ്വന്തമാക്കുക, വില കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ്. വില കൊടുക്കുമ്പോൾ ആ വില അത് വലുതാണ്. ദൈവത്തെ സ്വന്തമാക്കുന്നവന് ഉള്ള ഭാഗ്യമാണ്. അപ്പോൾ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈ ശുശ്രൂഷ തുടരുകയാണ്. ദൈവസമ്പാദനം മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട അനുഭവമാണ് എന്ന് പറഞ്ഞാണ് പിതാവ് ലോകത്തിൽ നിന്ന് പോവുക. അപ്പോൾ വ്യവഹാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങി സുവിശേഷത്തിൻ്റെ പരിമളം എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുവാനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കി എല്ലാവരോടുമായി പറയുന്നു, ദൈവസേവനം നല്ലതാണ്, എന്നാൽ ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന്. അപ്പോൾ ഒരു വ്യവഹാര പശ്ചാത്തലത്തിലെ ആരംഭം, വ്യവഹാരങ്ങളില്ലാത്ത ഒരു നാട്ടിൽ ദൈവത്തോടൊപ്പം ഇരിക്കുന്ന അനുഭവം സ്വപ്നം കണ്ട ഒരു പിതാവ്. അങ്ങനെയാണ് ഈ മലങ്കര സഭയിലെ വിഷയങ്ങൾക്ക് പരിഹാരം നിർണയിച്ചു തന്നത് എന്ന് സത്യസന്ധമായി തിരിച്ചറിയുമ്പോൾ നാം ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ട് എന്ന് പിതാവ് പഠിപ്പിക്കും. 2 വർഷങ്ങളായി കോവിഡിൻ്റെ ഭയത്തിലും ലോക്ക്ഡൗണിലും മരവിച്ച് കഴിയുന്ന ജനം
2022 വലിയ പ്രതീക്ഷയോടെയാണ് കാലെടുത്ത് വയ്ക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഷാലോം TV പ്രേക്ഷകർ അങ്ങയുടെ ആശീർവാദത്തിനും ആശംസയ്ക്കുമായി കാത്തിരിക്കുന്നു. നമ്മളൊരു സംഭവബഹുലമായ ഒരു വർഷം 2021 അവസാനിച്ച് 2022 പ്രവേശിക്കുകയാണ്. വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു. അതിൻ്റെ കെടുതിയിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമായി നാം മാറിയിട്ടില്ല എങ്കിലും നമുക്കൊരു സംതൃപ്തിയുണ്ട്. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞല്ലോ. നമ്മൾ ഒറ്റയ്ക്കല്ല. സമാനമായി ചിന്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സഭ നമ്മുടെ കൂടെയുണ്ട്. ആ സഭ കരിങ്കല്ലിൽ പണിത് തടിയുടെ വാതിലുള്ള തേക്ക് തടി കൊണ്ട് പാനലിംഗ് നടത്തിയ ഒരു സംവിധാനത്തെക്കുറിച്ചല്ല. കർത്താവ് തൻ്റെ തിരിച്ചോരയാൽ വിലയ്ക്ക് വാങ്ങിയ സഭയെന്ന അവിടുത്തെ തുടർച്ചയുടെ കാര്യമാണ് ഞാൻ പറയുക. അത് പള്ളിയാണ്. ആ പള്ളിയിൽ സന്നിഹിതനായിരിക്കുന്നത് ഈ ദൈവമാണ് എന്നതാണ് സത്യം. നാം ഒരു പ്രതിസന്ധിയെ തരണം ചെയ്തത് ഓഖി ദുരന്തത്തിലെ ഒരു കാര്യം ഞാൻ പലയിടത്ത് പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ 25ഓളം വീടുകൾ നമ്മുടെ ഈ വിഴിഞ്ഞം ഭാഗത്തുള്ള ഈ ദുരിതം നേരിട്ട കുടുംബങ്ങളിൽ പോയി അവരെ കണ്ടു, സംസാരിച്ചു. ക്രിസ്മസിൻ്റെ ആ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതും എന്നെ സ്ട്രൈക്ക് ചെയ്തതുമായ ഒരു കാര്യം, കൊച്ചു കൊച്ചു വീടുകളാണ്. 1 മുറി 2 മുറി 3 മുറി കൂടിയ വീടുകളിലൊന്നും ഞാൻ കയറിയില്ല. എന്നാൽ അങ്ങനെ ഞാൻ കണ്ടില്ല. അവിടേക്കൊരു ചെറിയ സ്ഥലം അവർ മാറ്റിയിട്ട്, 1 മുറിയേ ഉള്ളൂ ആ വീട്ടിലെങ്കിലും ഒരു ചെറിയ സ്ഥലം മാറ്റിയിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം, ജപമാല, ചെറിയ ചെറിയ പുസ്തകങ്ങൾ, കർത്താവിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു ചിത്രം, ഇതൊക്കെ വെച്ച് ഒറ്റ മുറിയേ ഉള്ളൂ എങ്കിലും അവിടെ ഒരു പ്രാർത്ഥനാ സങ്കേതം അവർ വെച്ചിരുന്നു. കടലിലേക്ക് ഭർത്താവോ മകനോ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒന്നിൽ പള്ളിമുറ്റത്തോ പള്ളിക്കകത്തോ അല്ലെ വീട്ടിലോ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് ഏക പ്രതീക്ഷ, ദൈവമേ അവരെ കാത്തുകൊള്ളണമേ. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല ഒരിടത്തും. ഒരുപാട് മനുഷ്യർ നാം അറിഞ്ഞും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടും കാണാതെയും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധിയെ ഒരു ദേശം പരിഹരിക്കുന്നത് ഒറ്റയ്ക്ക് ഒരാളെടുക്കുന്ന തീരുമാനത്തിൻ്റെ പുറത്തൊന്നുമല്ല. ഒരു ദേശം ഒരുമിച്ച് ദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതും അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജം കൊണ്ട് ഒരുമയോടെ ചിന്തിക്കുന്നതുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷയങ്ങളെ അതിജീവിക്കാൻ ഈ ഒരു ബോധ്യം, യാഥാർത്ഥ്യമുള്ള ഈ ഒരു ബോധ്യം നമ്മെ സഹായിക്കും. വി ആർ നോട്ട് അലോൺ. ഞാൻ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, സ്നേഹിത, നീ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് എന്ന് നീ ഓർത്ത് ഭയപ്പെടുകയോ വിഷാദഭാവത്തിൽ പ്രവേശിക്കുകയോ അരുത്. നിന്നെ ഓർക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ കണ്ടിട്ടില്ലെങ്കിലും നിൻ്റെ പേര് ദൈവത്തിൻ്റെ മുമ്പിൽ ഓർമ്മിക്കുന്ന ചുരുക്കം ചില ആളുകളെങ്കിലും നിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നത് സത്യമായി നീ തിരിച്ചറിയണം. എന്നെ അറിഞ്ഞുകൂടെങ്കിലും, എൻ്റെ പേരറിയാൻ വയ്യെങ്കിലും, അല്ലെങ്കിൽ എന്നെ ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നറിയുന്നത് നല്ലതല്ലേ? ആയതിനാൽ നഷ്ടബോധം, മനസ്സിൻ്റെ ബലം പോയി എന്ന് കരുതി നീ നിരാശനാവരുത്. പ്രത്യാശയോടെ അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കാം. സഭാമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സഭയെ ഒരു സമുദായമായി മാത്രം കരുതരുതേ. അതതിൻ്റെ ഒരു ഭാഗമാണ്. സഭ എന്നത് സമുദായത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവ് സ്വന്തം വില കൊടുത്ത്, സ്വന്തം രക്തം കൊടുത്ത് ഒരു സമുദായത്തെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? കർത്താവ് തൻ്റെ തിരിച്ചോര കൊടുത്ത്, തിരുരക്തത്തിൻ്റെ വില കൊടുത്ത് സഭയെ വാങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. പ്രകാശത്തിൻ്റെ ഉറവയായ യേശുവേ, നിൻ്റെ പ്രകാശത്തിൽ സകലരെയും സകലത്തെയും ഞാൻ കാണുന്നു എന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരെയും എല്ലാറ്റിനെയും
യേശുവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ കാഴ്ചയല്ലേ പ്രധാനം? കാഴ്ച വളരെ പ്രധാനപ്പെട്ടതല്ലേ? നാം കണ്ടു കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റം നമുക്കുണ്ടാകും. കാണാതെ ഇരിക്കുമ്പോഴുള്ള പ്രസ്താവനയേക്കാൾ കാണുമ്പോഴുള്ള പ്രസ്താവനയ്ക്കാണ് ആധികാരികത. നമുക്ക് 2022 ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാം. അന്ധമായ അനുകരണത്തിലൂടെയല്ല, ആഴമേറിയ വിശ്വാസത്തിൽ 2022 നമുക്ക് സമീപിക്കാം. ശാലോമിലെ പ്രിയപ്പെട്ട സ്നേഹിതരോടും സഹകാരികളോടും ശാലോമിൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ കൂടി എനിക്ക് പറയാനുള്ളത്, യേശുവിൻ്റെ കണ്ണുകളിലൂടെ എല്ലാവരെയും കാണാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കെല്ലാം മനസ്സിലാകണം എന്നില്ല, എല്ലാവരെയും മനസ്സിലാക്കി എന്ന് വരാനും സാധിക്കില്ല. യേശുവിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ച വച്ച് നമുക്ക് അളക്കാം, അഭിപ്രായം പറയാം. ഒരുപാട് മനുഷ്യർ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്ന ഒരു കാലയളവിലാണ് നാം 2022 പ്രവേശിക്കുക. ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ, നടത്തിയ പ്രസ്താവന വളച്ചൊടിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അനേക മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനുമുണ്ട്. പക്ഷേ നമ്മെ കാണുകയും കേൾക്കുകയും നമ്മെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ, ഉയരത്തിൽ നിന്നുള്ള വലിയ പ്രകാശം, അതാണ് നമ്മുടെ ബലം. ആ ബലം 2022 ആ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാലോമിലൂടെ നിങ്ങളോട് സഭയുടെയും സമൂഹത്തിൻ്റെയും ചില സ്പർശിക്കുന്ന വിഷയങ്ങൾ ചുരുക്കമായെങ്കിലും പങ്കുവയ്ക്കാൻ സാധിച്ചത് സന്തോഷകരമായ അനുഭവമായി ഞാൻ കാണുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2022 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, മനുഷ്യനായി നമ്മെ രക്ഷിക്കാൻ, നമ്മെ കരുതാൻ, നമ്മെ കൂടെ നിർത്താൻ, ഒരു ദിവസത്തേക്കല്ല നിത്യമായി കൂടെ ഇരുത്താൻ മനസ്സ് കാണിച്ചു വന്ന കർത്താവ് നിങ്ങളോടൊപ്പമുണ്ടെന്നും അവൻ വിട്ടുപിരിയാത്തവനാണെന്നും ഉറപ്പിൽ നമുക്ക് ജീവിക്കാം. നിങ്ങൾക്ക് പുതിയ വർഷത്തിലേക്കുള്ള ആശംസകളോടൊപ്പം അപ്പസ്തോലിക ആശീർവാദം തന്ന് കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും ഇന്നും പുതിയ വത്സരത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും എല്ലാ കാലത്തും നിങ്ങളോടൊപ്പവും നിങ്ങളോട് കൂടെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ.